നമസ്കാരം. കോപ്പറേറ്റീവ് എക്സാം ഫ്രണ്ടിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അടിസ്ഥാനമാക്കി ഒരു ക്ലാസ് സീരീസ് നാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സീരീസിൽ മുൻവർഷ ചോദ്യപേപ്പറുകളിലെ സിമിലർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരേ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഓരോ ടോപ്പിക്കിനെയും അടിസ്ഥാനമാക്കി എങ്ങനെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. ഈ ക്ലാസ്സുകളോടൊപ്പം നിങ്ങൾക്ക് പ്രിപ്പറേറ്ററി ക്വസ്റ്റ്യൻസ് കൂടി നൽകുന്നുണ്ട്. ഈ പ്രിപ്പറേറ്ററി ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, ഡാഷ് കൗ ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ഇത് 2018 ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ ചോദ്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡാഷ് കൗ ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ. പശു ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ്. ഇവിടെ കൗ എന്നത് ഒരു സിംഗുലർ നൗൺ ആണ്. എന്നാൽ ഈ സിംഗുലർ നൗൺ ആ ഗ്രൂപ്പിൽ പെടുന്ന എല്ലാ ആനിമൽസിനെയും സൂചിപ്പിക്കുന്നു. അതായത് കൗ എന്ന സിംഗുലർ നൗൺ എല്ലാ പശുക്കളെയും, ആ ക്ലാസ് ഓഫ് ആനിമൽസിനെ മുഴുവനായിട്ടും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം ദ എന്ന ആർട്ടിക്കിൾ ആണ്. ദ കൗ ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ. അതായത് ഒരു സിംഗുലർ നൗൺ ഒരു ക്ലാസ് ഓഫ് ആനിമൽസിനെ, ഒരു ക്ലാസിനെ, ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ അവയ്ക്ക് മുമ്പിൽ ദ എന്ന ആർട്ടിക്കിൾ ആണ് ചേർക്കുന്നത്. മറ്റൊരു ഉദാഹരണം, ദ കൗ ഇസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. ദ ഡോഗ് ഇസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. ഇവിടെ ഡോഗ് എന്ന സിംഗുലർ നൗൺ എല്ലാ ഡോഗ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നു. എല്ലാ ഡോഗ്സും വളരെ വിശ്വസ്തരായ ആനിമൽസ് ആണ്. അതേസമയം ഡോഗ്സ് എന്ന പ്ലൂറൽ നൗൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ dogs are faithful എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം പ്ലൂറൽ നൗൺ ഒരു ക്ലാസ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. അതായത് സീറോ ആർട്ടിക്കിൾ ആണ്. ഇത് ആനിമൽസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആളുകളുടെയും വസ്തുക്കളുടെയും ഒക്കെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഒരു സിംഗുലർ നൗൺ ഒരു ക്ലാസിനെ മുഴുവനായി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ദ എന്ന ആർട്ടിക്കിൾ ആ നൗണിനോടൊപ്പം ഉപയോഗിക്കുന്നു. അതേസമയം പ്ലൂറൽ നൗൺ ആണ് ഒരു ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ സീറോ ആർട്ടിക്കിൾ അഥവാ ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. അടുത്ത ചോദ്യം, ഡാഷ് ഗ്രാസ് ഇൻ ദ ഫീൽഡ് ഇസ് വെരി ഗ്രീൻ. ആ ഫീൽഡിലെ പുല്ല് വളരെ പച്ചപ്പാർന്നതാണ്. ആ ഫീൽഡിലെ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് അറിയാവുന്ന ഒരു ഫീൽഡാണ്, അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ മുൻപ് മെൻഷൻ ചെയ്ത ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദ എന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ദ ഗ്രാസ് ഇൻ ദാറ്റ് ഫീൽഡ് ഈസ് വെരി ഗ്രീൻ. അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ് വിച്ച് ഈസ് ഓൾറെഡി മെൻഷൻഡ് ഓർ നോൺ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. അനദർ എക്സാമ്പിൾ, ലെറ്റ്സ് സ്റ്റഡി ദ ലെസൺ കെയർഫുള്ളി. നമുക്ക് ആ പാഠം നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ആ പാഠം പഠിക്കാനാണ് പറയുന്നത്. ആ പാഠം ഏതാണെന്ന് നമുക്കറിയാം. മറ്റൊരു ഉദാഹരണം, ദ ബുക്ക് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ആ ബുക്ക് മാർക്കറ്റിൽ ലഭ്യമല്ല. ആ ബുക്ക് എന്ന് പറയുമ്പോൾ ഏത് ബുക്കാണെന്ന് നമുക്കറിയാം. ഏത് മാർക്കറ്റിലാണ് ഇല്ലാത്തതെന്നും അറിയാം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളത് അറിയാവുന്നതോ ആയ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹാവ് നെവർ ഹേർഡ് സച്ച് ഡാഷ് അബ്സേർഡ് സ്റ്റോറി. ഇവിടെ ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഒരു അബ്സേർഡ് സ്റ്റോറി, ഇങ്ങനെ ഒരു പൊട്ടക്കഥ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഏതോ ഒരു സ്റ്റോറിയെ കുറിച്ചാണ് പറയുന്നത്. അതൊരു നമുക്ക് അറിയാവുന്ന ഓൾറെഡി മെൻഷൻ ചെയ്ത ഒന്നുമല്ല. ഏതോ ഒരു കാര്യം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ കേട്ടിട്ടില്ല.
അപ്പോൾ ഇവിടെ അബ്സേർഡ് എന്ന വാക്കിന് മുമ്പിലാണ് ഡാഷ് വന്നിരിക്കുന്നത്, അവിടെയാണ് ആർട്ടിക്കിൾ ചേർക്കേണ്ടത്. അബ്സേർഡ് എന്ന വാക്ക് ആരംഭിക്കുന്നത് ഒരു വവൽ സൗണ്ടിലാണ്, വവൽ ലെറ്ററിലാണ്, അതായത് എ സൗണ്ട്, എ എന്ന ലെറ്റർ കൊണ്ട് തുടങ്ങുന്നു. നമുക്കറിയാം എ എന്ന വവലിന് മുമ്പിൽ ആൻ എന്ന ആർട്ടിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് നെവർ ഹേർഡ് സച്ച് ആൻ അബ്സേർഡ് സ്റ്റോറി എന്നാണ് ഇതിന്റെ ഉത്തരം. വവൽ സൗണ്ടിന് മുമ്പിൽ ലൈക്ക് ആൻ എലിഫന്റ്, ആൻ ആപ്പിൾ എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം. നമ്മളിവിടെ നോക്കേണ്ടത് ഒരു വവൽ ലെറ്റർ കൊണ്ട് തുടങ്ങുന്നു, അതായത് എ, ഇ, ഐ, ഒ, യു എന്ന ഈ ലെറ്റേഴ്സിൽ എഴുതി തുടങ്ങണമെന്നില്ല. പക്ഷെ ആ ശബ്ദങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്കായാലും അവിടെ ആൻ തന്നെയാണ് വരിക. ഉദാഹരണം എച്ച്, എച്ചിൽ തുടങ്ങുന്ന ചില വാക്കുകളിൽ എച്ച് ഉച്ചരിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം വരുന്ന ലെറ്റർ ഏതാണോ അതുമായി ബന്ധപ്പെട്ട് അതോടനുബന്ധിച്ച ഒരു ശബ്ദമായിരിക്കും അത് ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് ആർ, HOUR, മണിക്കൂർ. അതിൽ എച്ച് സൈലന്റ് ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് ആർ എന്നാണ് പറയുന്നത്, അവിടെ എച്ച് സൈലന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ എന്ന സൗണ്ടിലാണ് അത് തുടങ്ങുന്നത്. സോ ആൻ എന്ന ആർട്ടിക്കിൾ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അവിടെ ഒരു വവൽ സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആൻ, ആർ. അതുപോലെ ഒരു വാക്കാണ് എയർ, HEIR. അത് ഉച്ചരിക്കുന്നത് എയർ എന്നാണ്, അനന്തരാവകാശി. അതിന്റെ സ്ത്രീലിംഗ പദമാണ് എയറിസ്. അപ്പോൾ എ എന്ന സൗണ്ടിലാണ് എയർ എന്ന വാക്ക് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആൻ എയർ ഓർ ആൻ എയറസ് എന്ന് പറയാം. അങ്ങനെയാണ് പറയേണ്ടത്. മറ്റൊന്ന്, ഒരു കോൺസണന്റ് സൗണ്ടിൽ തുടങ്ങുന്ന ഒരു വാക്കാണെങ്കിലും എഴുതുന്നത് കോൺസണന്റ് സൗണ്ട് കൊണ്ടാണ് എങ്കിലും അത് പറയുമ്പോൾ വവൽ സൗണ്ട് വരുന്നു എങ്കിൽ അവിടെയും ആൻ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം MLA, അതൊരു അക്രോണിം ആണ്, ഒരു ഷോർട്ട് ഫോം ആണ് MLA. നമ്മൾ എം എന്ന് പറയുമ്പോൾ എ എന്ന സൗണ്ടിലാണ് തുടങ്ങുന്നത്, അതായത് എം, എയിൽ തുടങ്ങുന്നു. അതുകൊണ്ട് അവിടെ ആൻ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഒരു മറ്റു ഉദാഹരണമാണ് LLB സ്റ്റുഡൻറ്റ്. LLB സ്റ്റുഡൻറ്റ് എന്ന് പറയണമെങ്കിൽ എൽ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? എ എന്ന സൗണ്ടിലാണ് എൽ തുടങ്ങുന്നത്. നമ്മൾ എൽ എന്നാണ് പറയുന്നത്. എയിൽ തുടങ്ങുന്ന ഒരു സൗണ്ടാണത്. അതുകൊണ്ട് തന്നെ ആൻ LLB സ്റ്റുഡൻറ്റ് എന്നാണ് പറയുന്നത്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണോ ആൻ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അത് പറയുന്ന സൗണ്ടിനെ അടിസ്ഥാനമാക്കിയാണ്, എഴുതുന്ന ലെറ്ററിനെ അടിസ്ഥാനമാക്കിയല്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് വാക്കിന് മുമ്പിലാണോ ഡാഷ് ഉള്ളത്, എവിടെയാണോ ആർട്ടിക്കിൾ ചേർക്കേണ്ടത്, ആ വാക്ക് നിങ്ങൾ പറഞ്ഞു നോക്കുക. അവിടെ വവൽ സൗണ്ട് ആണെങ്കിൽ ആൻ, കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ എ. ഇങ്ങനെയാണ് ആർട്ടിക്കിൾ എഴുതേണ്ടത്. Next, previous question. She can type 60 words dash minute. ഇത് പറയുന്നത് അവൾക്ക് മിനിറ്റിൽ 60 വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അവളുടെ ടൈപ്പിംഗ് സ്പീഡ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന വാക്കുകളുടെ എണ്ണം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ക്വാണ്ടിറ്റി, അത് പ്രൈസ് ആവാം, റേറ്റ് ആവാം, സ്പീഡ് ആവാം, റേഷ്യോ ആകാം. ഇങ്ങനെയുള്ളൊരു ക്വാണ്ടിറ്റി, എന്തെങ്കിലും ഒരു മെഷർമെന്റ് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ എ എന്ന ആർട്ടിക്കിൾ കൊണ്ട് അത് സൂചിപ്പിക്കാം. ഇപ്പോൾ ഇവിടുത്തെ ഉത്തരം ഷി ക്യാൻ ടൈപ്പ് 60 വേർഡ്സ് എ മിനിറ്റ്. അതുപോലെയുള്ള മറ്റൊരു ഉദാഹരണം ₹10 എ കിലോ, കിലോയ്ക്ക് 10 രൂപ. ഹി ഏൺസ് 50,000 എ ഇയർ, അവൻ വർഷം 50,000 സമ്പാദിക്കുന്നു. ഇവിടെ എ എന്ന ആർട്ടിക്കിൾ മാത്രം യൂസ് ചെയ്താൽ മതിയാകും, മറ്റ് പ്രിപ്പോസിഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് നിങ്ങൾക്കുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് റോസ് ഇസ് എ സ്വീറ്റ് ഫ്ലവർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 12 inches make ഡാഷ് ഫുഡ്. മൂന്നാമത്തെ ചോദ്യം, ഷീ ഈസ് ഡാഷ് ഓണസ്റ്റ് വുമൻ. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം ദയവായി നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ.